സഹോദരിമാരെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിന്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറെ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. സുഹൃത്തുക്കളെ, പാളയം ഇമാമാണ്. ഇതൊരു വേറെ കേരള സ്റ്റോറിയാണ്. സംഖ്യകളൊക്കെ കൃത്യമായിട്ട് കേൾക്കണം കേട്ടോ. സംഖ്യകളൊക്കെ വളരെ കൃത്യമായിട്ട് കേൾക്കേണ്ടതാണ്. ഈ കേരളം നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒന്നല്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ 4-16 മടക്കിയിട്ട് ദണ്ടയുടെ ഉള്ളിലൊക്കെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കേരളം നിങ്ങൾ വിചാരിച്ചെടുത്ത് പിടിച്ചാൽ കിട്ടില്ല. ഇത് സംസാരിക്കുന്ന പാളയം ഇമാമാണ്. പാളയം ഇമാം മുസ്ലിമാണ്. ഇസ്ലാമിക വിശ്വാസത്തിൽ അടിയുറച്ച് പോകുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഇത് നോമ്പ് കാലമാണ്. ഇസ്ലാമിക വിശ്വാസികൾക്ക് അവർക്കിപ്പോൾ നോയമ്പ് കാലമാണ്. ഒരുപക്ഷെ രാവിലെ പുലരാക്കാലത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതിരിക്കുന്ന സന്ദർഭമാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു ഹിന്ദുക്കളുടെ ഒരു വലിയ ആചാരപരമായിട്ടുള്ള സംഭവം വരുന്നത്, പൊങ്കാലയുടെ. ഈ പൊങ്കാലയ്ക്ക് വലിയ ജനക്കൂട്ടമാണ് അവിടെ വരിക. വലിയ ജനക്കൂട്ടമാണ്. നമ്മുടെ ചാനലുകളൊക്കെ ഇതിനെ പറ്റിയിട്ട് വൈകുന്നേരം വരെ ഇത് കാണിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് പ്രസിദ്ധരായിട്ടുള്ളതും പ്രസിദ്ധരാവാത്തതുമായിട്ടുള്ള ആളുകളൊക്കെ അവിടെ വന്നുകൂടും. പ്രധാനമായിട്ട് ചിപ്പിയാണ് പൊങ്കാലയുടെ ഏറ്റവും വലിയ പൊങ്കാല ഇടുന്ന ഒരാള് എന്ന രീതിയിലൊക്കെയാണ് പലപ്പോഴും ഒക്കെ പ്രദർശിപ്പിക്കാറുള്ളത്. എന്തൊക്കെയായാലും പാളയം ഇമാം പറയുന്നു, നമ്മുടെ മതത്തിൽപ്പെട്ടതല്ല, പക്ഷേ ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഇവിടേക്ക് വരും. അവർക്ക് വേണ്ടി നമ്മുടെ വീടുകൾ തുറന്നിടണം. ഒരു പക്ഷെ നോമ്പായതുകൊണ്ട് പുലരാങ്കാലത്ത് കഴിക്കാൻ വേണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പോരാ, നോമ്പായതുകൊണ്ട് പുലരാങ്കാലത്ത് നിങ്ങൾ സുബൈക്ക് നീച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അവിടെ കിടന്നുറങ്ങുകയോ മറ്റൊക്കെ ചെയ്യാവും. ഇനി വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അത് പോരാ. കാരണം ഈ ഒരു നോമ്പ് കാലത്ത് ഇവിടേക്ക് വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ അത് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ കരുതണമെന്ന് ഉപദേശിക്കുന്നത് ഒരു ഇസ്ലാമിക മത പണ്ഡിതനാണ്, പാളയം ഇമാമാണ്. ഇവിടെയാണ് ഉത്തരേന്ത്യൻ സംഘികളും കേരള സംഘികളൊക്കെ തോറ്റുപോകുന്നത്. അല്ലാതെ അവർക്ക് ഭക്ഷണം കൊടുക്കരുത്, വെള്ളം കൊടുക്കരുത് എന്നീ പരിപാടി ഇതാണ് പലപ്പോഴും പ്രചരിപ്പിക്കുക. എന്നൊന്നല്ല പറഞ്ഞേ, അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം മാറ്റിവെക്കണം, എടുത്തു വെക്കണം. നമ്മുടെ പള്ളികൾ തുറന്നിടണം, നമ്മുടെ വീടുകൾ തുറന്നിടണം, ഗേറ്റുകൾ തുറന്നിടണം, അവർക്ക് ആതിഥേയമരുളണം എന്നാണ് ഒരു മുസ്ലിം മതപണ്ഡിതൻ പറയുന്നത്. ഇത് എവിടെ കാണാൻ കഴിയും? ഈ അടുത്ത കാലത്തൊക്കെ ഇതിപ്പോ എന്താ പറയുക, ഈ ശശികല അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് അമ്പലത്തിലാണ് ഇപ്പൊ എല്ലാ മതസൗഹാർദ്ദം നടക്കുന്നുള്ളൂ, പള്ളിയിലൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞതിനുള്ള ഒരു ഉത്തരമാണിത്. ഇതാ ഈ പൊങ്കാലയുടെ ദിവസം പള്ളികളിൽ കൂടി ഒരു മതസൗഹാർദ്ദം നടക്കാൻ പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഈ ഒരു പാളയം എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടെ പാളയം പള്ളിയാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പിൽ എങ്ങാണ്ട് ഒരു ക്ഷേത്രമുണ്ട്, അതിന്റെ വേറെ സൈഡില് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. മൂന്നും ഒരുമിച്ച് നിൽക്കുകയാണെന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവുമില്ലാതെ, ഒരു അതിർത്തി തർക്കമില്ലാതെ, ഒരു പ്രാർത്ഥനാ കോലാഹലങ്ങളും ഇല്ലാതെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ചില ആളുകൾക്ക് സഹിക്കുന്നില്ല എന്നുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്തായാലും ഇമാമിന്റെ സുന്ദരമായ വചനങ്ങൾ ആ ശബ്ദത്തിലൂടെ നമുക്കൊന്ന് കേൾക്കാം. റമദാനിലാണ് ഈ വർഷം യാദൃശ്ചികമായിട്ട്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഉണ്ടാകുന്നത്. ഏതായാലും റമദാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുവാൻ, നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളും എല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും എല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. എങ്ങനെയുണ്ട്? അവർക്ക് മുമ്പിൽ നമ്മുടെ മസ്ജിദുകളും വീടുകളും പൂർണ്ണമായും തുറന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറയുന്നത്. ഇവിടൊക്കെയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ സംഘികളൊക്കെ പരാജയപ്പെടുന്നത്. ഉത്തരേന്ത്യയില്, യുപിയില്, ഇവിടുത്തെ കേരളത്തിലെ പല സംഘികളുടെയും സ്വപ്ന രാജ്യം, അവരുടെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് UP-ആണ്, ഉത്തർപ്രദേശാണ്. ഇന്ന് ഇവറ്റകൾക്ക് കേരളം വിട്ടിട്ട് അങ്ങോട്ട് പൊയ്ക്കൂടെ? ഈ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾക്ക് കേരളം എന്തൊരു വളരെ മോശം നാടെന്നാണ് അവർ വിചാരം.
പിന്നെ ഇവിടെ നിൽക്കണം. ഇതൊക്കെ വിട്ട് പെറുക്കിയിട്ട് നിങ്ങൾക്ക് യു പിയിൽ പോയി ജീവിച്ചൂടെ? രാവിലെ നിങ്ങൾക്ക് പശുവിന്റെ പാല് കറന്നു കുടിക്കുന്നതിനൊപ്പം തന്നെ പശുവിന്റെ മൂത്രം കുടിക്കാം, ചാണകം ഇഷ്ടം പോലെ കിട്ടും, തേമ്പ് തിന്നാം, ഒരു കുഴപ്പമില്ലല്ലോ. ഇതൊക്കെയല്ലേ അവർ ആഗ്രഹിക്കുന്നത്. എന്ത് ചെയ്യും? നമ്മളിതൊക്കെ ആരോട് പറയും? ഇവന്മാരുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. എന്തൊക്കെയായാലും ആ ഉത്തരേന്ത്യയിലത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ഭാഗത്ത് നടക്കാൻ പറ്റില്ല, ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളെ ഭാഗത്ത് നടക്കാൻ പറ്റില്ല, അവിടെ ബീഫ് കഴിക്കാൻ പറ്റില്ല, ബീഫിന്റെ പേര് തല്ലി കൊല്ലലും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ബീഫ് ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് അറുത്ത് കയറ്റുമതി ചെയ്യുന്ന നാട് കൂടിയാണ് ഉത്തർപ്രദേശ് എന്നുള്ള യാഥാർത്ഥ്യം ഈ സംഘിക്കോമരങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. പുറത്ത് രാഷ്ട്രീയപരമായിട്ട് കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഇപ്പുറത്ത് ആ ബീഫ് വളരെ ഭംഗിയായിട്ട് വിറ്റ് കാശുണ്ടാക്കുന്നുണ്ട് ആ ഒരു നാട്. ബാക്കി കേൾക്ക്. സ്നേഹവും സാഹോദര്യവും, അതുകൊണ്ട് മാത്രമേ നമുക്ക് ലോകത്തും രാജ്യത്തും വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയയും വിദ്വേഷത്തെയും പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാവണം സഹോദരങ്ങളെ. അതിനുള്ള ആ ഒരു നമ്മുടെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ നല്ല നല്ല ആവിഷ്കാരത്തിലുള്ള സന്ദർഭമാണ് ഇതുപോലുള്ള സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അദ്ദേഹം പറയുന്നത് ഇസ്ലാമോഫോബിയ ശക്തമാണ് നമ്മുടെ ഇന്ത്യയിൽ. ഇപ്പോൾ കേരളത്തിൽ അതിങ്ങനെ ശക്തമായി കൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾ മുഴുവൻ എന്തോ നമുക്ക് അടുപ്പിക്കാൻ പറ്റാത്ത ഒരാളുകളാണ്. മുസ്ലിങ്ങൾ ഭയങ്കര പ്രശ്നക്കാരാണ്. മുസ്ലിങ്ങൾ ഈ ഹിന്ദുക്കളൊക്കെ മനഃപൂർവ്വം പ്രേമിച്ച് മതം മാറ്റി ബീഫ് തീറ്റിച്ച് ഒരുവിധ നാശമാക്കി കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളെ മാത്രമല്ല ക്രിസ്ത്യാനികളെ അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മുസ്ലിങ്ങളുമായിട്ട് കൂട്ടുകൂടരുത്, മുസ്ലിങ്ങളുമായിട്ട് ഭൂമി പങ്കുവെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനേറെ വാടക വീട് പോലും കൊടുക്കരുതെന്നടക്കമുള്ള പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇസ്ലാമോഫോബിയോ ഇസ്ലാമികളെ ഭയപ്പെടണം മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു ചെറിയ കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊരു അപകടകരാന്ന് ആലോചിക്കുക. സുഹൃത്തുക്കളെ, ഞാനൊരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളാണ്. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു അതെന്തൊരു അപകടകരമായിട്ടുള്ള ആശയമാണെന്ന്. എന്തൊരു അപകടകരമായിട്ടുള്ള ആശയമാണ്. എൻ്റെ സമീപത്തെല്ലാം ഉള്ളത്, എൻ്റെ അയൽവാസികളെല്ലാം മുസ്ലിങ്ങളാണ്, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇത്തരമൊരു ചിന്തയെ ഞങ്ങളൊന്നും മനസ്സിലില്ല എന്നോട് മനസ്സിലാക്കുക. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു പോസ്റ്റ് കൂടി കാണിച്ചു തരാം. അത് ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരു ബഹുമുഖ പ്രതിഭയുടെ ഒരു പോസ്റ്റാണ്. സംഗതി ഇങ്ങനെയാണ്: യഥാർത്ഥ കേരള സ്റ്റോറി ഉണ്ടാക്കുവല്ല, കേരള സ്റ്റോറി ഉണ്ട്. അതിങ്ങനെയൊക്കെയാണ്. ഒരുപക്ഷെ ഈ 2026 പാള ഇമാമിന്റെ ഈ ഒരു വർത്തമാനം വലിയ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കേൾക്കുകയും നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാ? ഈ 2026 ആവുമ്പോഴേക്കും അത്രയ്ക്കധികം മലീമസമായിരിക്കുന്നു നമ്മുടെ നാട്. നമ്മുടെ നാട്ടിലേക്ക് കേരള സ്റ്റോറി 2 പോലെയുള്ള കേരളത്തെ അപമാനിക്കാൻ, കേരളത്തിലെ മനുഷ്യരെ അപമാനിക്കാൻ, കേരളത്തിലെ മതസൗഹാർദ്ദം ഇല്ലാതാക്കാൻ, കേരളത്തിലെ കലാപം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗണ്ട സിനിമകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് പാള ഇമാമിന്റെ വാക്കുകളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത് എല്ലാ കാലവും അദ്ദേഹവും അവിടുത്തെ മുസ്ലിങ്ങളും കേരള മുസ്ലിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു സംശയമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ മലപ്പുറംകാരനാ, ഇങ്ങനെയൊക്കെ തന്നെയാ. പക്ഷേ ഈ സമയത്ത് നമുക്ക് കൂടുതൽ ഉദ്ഘോഷിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ശശികല ടീച്ചറെ പോസ്റ്റ് ഇങ്ങനെയാണ്: യഥാർത്ഥ കേരള സ്റ്റോറി ഉണ്ടാക്കുവാൻ ഹിന്ദു പെടുന്ന പാട് ലോകത്ത് എവിടെയെടുത്തും ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഹിന്ദു പെടുന്ന പാട് മനുഷ്യരാണ് എൻ്റെ പൊന്നു സ്ത്രീയെ, മനുഷ്യർ. രണ്ടാമത്തെ ചിത്രം വർക്കല ഇടവക പാലക്കാവ് ക്ഷേത്രോത്സവത്തിന്റെ കവാടമാണ്. ഇനി എന്നാണാവോ യഥാർത്ഥ കേരള സ്റ്റോറികളൊക്കെ കൂടി ശ്രീകോവിലകത്തേക്ക് കയറുന്നത്? പച്ചമലത്ത് എന്നാവോ മാപ്പിളാർ എല്ലാരും കൂടിയിട്ട് ശ്രീകോവിലിനകത്തേക്ക് കയറുന്നതെന്ന്. ഇതിന്റെ കാരണമായിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് മലപ്പുറത്ത് പുന്നപ്പാല ശിവക്ഷേത്രത്തിൽ ക്ഷേത്ര കലകൾക്കൊപ്പം ഒരു പ്രോഗ്രാം കൂടി നടന്നു. അത് ഒപ്പനയായിരുന്നു. ഒപ്പന. ഇത് ഈ ആയമ്മയ്ക്ക് പിടിച്ചില്ലെന്നേ. ഒപ്പന കളിക്കാൻ പാടില്ല, അത് മുസ്ലിങ്ങളുടെ ആചാരപരമായിട്ടുള്ള കളി എന്നാ പറയുന്നത്. തേങ്ങണ മൂടാണ്. ഒപ്പന എല്ലാവരും കളിക്കും. ഇവിടെ തിരുവാതിരക്കളി പോലും കളിക്കാൻ പോകുന്ന ആളുകളിൽ മുസ്ലിങ്ങൾ ഉണ്ടാവും. ഇവിടെ ഒപ്പന കളിക്കാൻ പോകുന്ന ആളുകളിൽ ഹിന്ദുക്കൾ ഉണ്ടാവും. മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല കളിക്കുക, എല്ലാവരും കളിക്കും. അറബന മുട്ടായിക്കട്ടെ, ദഫ് മുട്ടായിക്കട്ടെ, അതുമല്ല പരിപാടിയായിട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ പോയി അവതരിപ്പിക്കുമ്പോൾ അതിൽ ഹിന്ദുക്കൾ ഉണ്ടാവും, മുസ്ലിം ക്രിസ്ത്യൻസ് ഉണ്ടാവും. ഇനി ക്രിസ്ത്യൻസിന്റെ മാർഗങ്ങളായിക്കോട്ടെ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അല്ലാതെ ഹിന്ദുക്കൾ മാത്രം തിരുവാതിരക്കളി, മുസ്ലിങ്ങൾ മാത്രം നമ്മുടെ ഒപ്പന,
ക്രിസ്ത്യൻസ് മാത്രം നമ്മുടെ എന്താണ് മാർഗം കളി, ഇങ്ങനൊന്നും ഇവിടെ ഇല്ല. എന്റെ പൊന്നു ടീച്ചറെ, നിങ്ങൾ എത്ര കാലം അധ്യാപികയായിരുന്നു? നിങ്ങൾക്ക് ഇതൊന്നും പരിചയമില്ലേ? നിങ്ങൾ പഠിപ്പിക്കാൻ പോയിരുന്നോ? അയ്യോ, എന്ത് ചെയ്യും? അതിന് താഴ്ത്തുക വേറൊരു കവാടം അടില്ലേ, ഒരു കവാടം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്താ അങ്ങനെ കവാടം ഉണ്ടാക്കി വെച്ചൂടെ? എന്താ പ്രശ്നമുള്ളത്? മതേതരത്വം തന്നെ നമ്മുടെ നാട്ടിൽ വേണ്ടത്. വേണം. മതേതരത്തിന് ഒപ്പം തന്നെ മനുഷ്യന്മാർ തമ്മിൽ നല്ല സൗഹൃദമാണ്. മതത്താണ് മാറ്റി നിർത്തിയിട്ടുള്ള സൗഹൃദം മതങ്ങൾ തമ്മിലല്ല വേണ്ടത്, മനുഷ്യന്മാർ തമ്മിലാണ്. അതൊക്കെ ഉണ്ടൊക്കെ തന്നെ നമ്മുടെ ലൈഫ് സെറ്റാണ്, കേരളം സെറ്റാണ്. ഈ ഇമാമിന്റെ വാക്കുകളെ പോലും സഹിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അത്തരക്കാരെ കണ്ടു കഴിഞ്ഞാൽ മാറ്റി നിർത്തണം. എങ്കിൽ കേരളം ഇതേപോലൊക്കെ തന്നെ ഇനിയും സുന്ദരമായിരിക്കും ഇനി വരുന്ന തലമുറയ്ക്കും. അല്ലെങ്കിൽ നശിച്ച് പണ്ടാറടക്കുകളായി. സുഹൃത്തുക്കളെ, ബൈ.